മായാദേവി കംസനോട് വീണ്ടും തുടർന്നു പറഞ്ഞു, നിനക്ക് ദോഷം ചെയ്യേണ്ടത് ഞാനല്ല, ഈ ലോകം മുഴുവൻ പരിപാലിച്ചു പോരുന്ന ഭഗവാനാണ്. നിന്നെ കൊല്ലുവാനുള്ള ഭഗവാൻ ഇപ്പോൾ ഒരിടത്ത് അവതരിച്ചിട്ടുണ്ട്. നിന്റെ പൂർവ്വശത്രുവായ ആ ഭഗവാൻ നാരായണനാൽ നിനക്ക് മരണം സംഭവിക്കും. അത് തടയാൻ നീ എന്തെല്ലാം ചെയ്തിരുന്നാലും ഒടുവിൽ ഭഗവാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. മായാദേവിയുടെ ആ ദിവ്യരൂപം ഏവരും ദർശിച്ചു. കംസന്റെ അന്ത്യത്തെക്കുറിച്ച് സ്പഷ്ടമായി പറയുന്ന മായാദേവിയെ യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും അടക്കം സമസ്ത ദേവതകളും പ്രകീർത്തിച്ചു. മായാദേവി പ്രത്യക്ഷയാകുമ്പോൾ തന്നെ യക്ഷ കിന്നര ഗന്ധർവന്മാർ പൂജാ സാധനങ്ങൾ സമർപ്പിച്ച് സ്തുതിക്കുന്നതായി മൂലകൃതിയിൽ കാണുന്നു. അതിനുശേഷമേ കംസനോട് മായാദേവി സംസാരിക്കുന്നുള്ളൂ. ഭക്തപ്രിയയായ ആ ഭഗവതി അവർക്ക് അനുഗ്രഹം നൽകി. 8 കൈകൾ കൊണ്ട് ഐശ്വര്യങ്ങൾ സൂചിപ്പിച്ച ആ മായാദേവിയെ ലോകത്തിന്റെ ഭക്തജനങ്ങൾ ഓരോരോ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് സേവിച്ചു പോരുന്നു. 12 പേരുകൾ നൽകി വിളിച്ചും പല വേഷങ്ങൾ നൽകിയുമാണ് ഭക്തപ്രിയയായ ആ ഭഗവതിയെ ഏവരും പ്രാർത്ഥിക്കുന്നത്. ഏവരുടെയും പൂജകൾ സ്വീകരിച്ചുകൊണ്ട് മായാദേവി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ കംസന് ഭയം ബാധിച്ചു. ദേവിയുടെ ദിവ്യപ്രഭ കണ്ടപ്പോൾ ആ വാക്കുകൾ വിശ്വസിക്കാതിരിക്കാൻ കംസന് സാധ്യമായില്ല. ഭയം മൂലം കംസൻ തന്റെ സഹോദരിയെയും വസുദേവനെയും കയ്യിലും കാലിലുമുള്ള ചങ്ങലകൾ അഴിച്ചു സ്വതന്ത്രരാക്കി. എന്നിട്ട് അവരോട് കംസൻ പറഞ്ഞു, കഷ്ടം, നിങ്ങളുടെ നേർക്ക് ഞാൻ പലതരം ദുഷ്ടകർമ്മങ്ങൾ ചെയ്തു പോയല്ലോ. രാക്ഷസന്മാരുടെ വൃത്തി കൈകൊണ്ട് ഞാൻ നിങ്ങളുടെ മക്കളെ തച്ചുടച്ചു കൊന്നു. പണ്ട് രാക്ഷസന്മാർ അവർക്കുണ്ടായിരുന്ന സന്താനങ്ങളെ തിന്നുന്നവരായിരുന്നു. ഞാൻ മഹാപാപിയാണ്, ബ്രഹ്മഹത്യ ചെയ്യുന്നവനേക്കാൾ വലിയ പാപി. ദുഷ്ടരിൽ അഗ്രേസനായ എന്നെ കണ്ടുപോയാൽ തന്നെ കണ്ണു കഴുകി ശുദ്ധി വരുത്തേണ്ടതുണ്ട്. താൻ പാപകർമ്മങ്ങൾ ഇപ്രകാരം ചെയ്തു പോയത് പരമാർത്ഥം അറിയാത്തത് മൂലമാണ്. പരമാർത്ഥം അറിയിക്കേണ്ടവരായ ദേവന്മാർ അതറിയിച്ചില്ല. 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്ന അശരീരി മൂലമല്ലേ താൻ സ്വസഹോദരിയുടെ പുത്രന്മാരെ കൊല്ലാനിടയാക്കിയതെന്നാണ് കംസന്റെ ചോദ്യം. 1 പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം അശരീരി ആവർത്തിച്ചിരുന്നു. കംസൻ പറയുന്നു, ഇവൾ 8ാമത് പ്രസവിക്കുന്ന പുത്രൻ നിന്നെ കൊല്ലുമെന്നാണ് അശരീരി കേട്ടത്. നീ 8ാമത് പ്രസവിച്ചത് പുത്രനെയല്ല, പുത്രിയെയാണ്. അവൾ തന്നെ വധിച്ചതുമില്ല. അശരീരിയിലെ 2 കാര്യങ്ങളും ഭോഷ്കാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ദേവവാക്യങ്ങൾ പരമാർത്ഥമാണെന്നോർത്തിട്ടാണ് ഞാൻ ദുഷ്കർമ്മങ്ങൾ ചെയ്തത്. ഇത്രയും പറഞ്ഞ ശേഷം കംസൻ ലോകതത്വങ്ങളിലേക്ക് കടക്കുന്നു. നാം ചെയ്യുന്നതും നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഈശ്വരനാണ്. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ